എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ സേതുവിന്റെയും പല്ലവിയുടെയും നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളുടെ സപ്പോർട്ട് ലൈക്കുമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനമായി മാറിക്കൊണ്ടിരിക്കണേ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ. ഇന്നത്തെ വിശേഷത്തിൽ നമ്മൾ കണ്ടു, അങ്ങനെ അവസാനം കല്യാണം തുടക്കമാകുവാണ്. അപ്പൊ കല്യാണത്തിന്റെ ഒക്കെ ഒരുക്കങ്ങളൊക്കെ തുടങ്ങുവാണ്. അപ്പൊ അതിന് മുന്നോടിയായിട്ട് ആദ്യമായിട്ട് പന്തലിടാനുള്ള സജ്ജീകരണങ്ങളൊക്കെയാണ് വീട്ടിൽ നടത്തുന്നത്. അങ്ങനെ മിത്രനും ശ്രീഹരിയും ഉണ്ണിക്കുട്ടനും എല്ലാരും കൂടെ വീട്ടിലേക്ക് വരുവാണ്, പൊന്നുംപടത്തിലേക്ക്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോ പൂർണ്ണിമയ്ക്ക് ഒരു സന്തോഷമായി. ഇനിയിപ്പൊ കല്യാണത്തിന്റെ ആരംഭമാണ്. അപ്പൊ അതിന്റെ ഒരുക്കങ്ങളൊക്കെ ഇനിയിപ്പം വേഗം നടക്കും. ഉടനെ അച്ഛന്റെ കല്യാണം നടക്കും. അങ്ങനെ അവരങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോ തന്നെ ഋതുവിനെയും സ്വാധീനെയും ഒക്കെ വിളിക്കുന്നുണ്ട്. സ്വാധീനെയൊക്കെ വിളിച്ചു കഴിഞ്ഞപ്പോ അവരങ്ങ് താഴേക്ക് ഇറങ്ങി വരുവാണ്. അവരുടെ വിചാരം എന്താ, വെറുതെ വിളിച്ചായിരിക്കുന്നു. പക്ഷെ പൂർണ്ണിമ വെറുതെ വിളിച്ചായിരുന്നില്ല. ഇതിനു മുമ്പ് ശ്രീഹരി അവിടുന്ന് അടിച്ചിറക്കി വിട്ട ഒരു രംഗം ഉണ്ടായിരുന്നു. ഒരു പക്ഷേങ്കില് അന്ന് ഏറ്റവും കൂടുതൽ ശ്രീഹരി മന്നൊന്ന് അവിടുന്ന് ഇറങ്ങിപ്പോയത് പൊന്നുമടത്തിന്ന്. ഇനി ഒരിക്കലും ഈ വീട്ടിലേക്ക് കാല് കുത്തില്ല എന്നൊരു ചിന്തയോട് കൂടിയിട്ടാ പോയത്. പക്ഷേങ്കിൽ വീണ്ടും തിരികെ വരണ്ടു വന്നു. ശ്രീഹരി അതിനകത്ത് കുറ്റക്കാരനല്ലെന്ന് തെളിയുകയും ചെയ്താണ്. അപ്പൊ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പൊ ശ്രീഹരിയോട് മാപ്പ് പറയണം. അതിനുവേണ്ടി വിളിപ്പിച്ച് പിന്നീട് അവരെ വിളിച്ചിട്ട് പറയുവാണ്, ശ്രീഹരിയോട് മാപ്പ് പറയാൻ പറയാണ്. സ്വാതിയോട് ഋതുവിനോടും കൂടെ മാപ്പ് പറയാൻ പറയാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോ ഋതു പറഞ്ഞു, എന്തിനാ മാപ്പ് പറയണേ? അതിന് മാപ്പ് പറയേണ്ട കാര്യമുണ്ടോന്ന് ചോദിക്കാം. മാപ്പ് പറയേണ്ട കാര്യമുണ്ടോന്നോ? നീയല്ല അവന്റെ കർണത്ത് തല്ലിയത്, അതും സ്വാതി ഒരുക്കിയ ഡ്രാമയില്. അതുകൊണ്ട് അവനോട് ശ്രീഹരിയോട് മാപ്പ് പറ. നല്ലൊരു മംഗളകർമ്മം തുടങ്ങാൻ പോവാണ്. അപ്പൊ ഒരു മനുഷ്യന്റെ മനസ്സിൽ കളങ്കം ഉണ്ടാക്കിയിട്ട് ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. ശ്രീഹരിയുടെ മനസ്സ് കലങ്ങിയിട്ട് ഈ വിവാഹത്തിന് തുടക്കം കുറിക്കാനായിട്ട് പാടില്ല. അപ്പൊ അതുകൊണ്ട് അവന്റെ മനസ്സ് ശുദ്ധമായിരിക്കണം. അവന്റെ മനസ്സിൽ ഇപ്പൊ നല്ല സങ്കടമുണ്ട്, അതൊരിക്കലും പാടില്ല. അതുകൊണ്ട് മാപ്പ് പറയാൻ പറ. ഒരു പക്ഷെ നിങ്ങളുടെ അച്ഛനുണ്ടായിരുന്നെങ്കിൽ പണ്ടേ മാപ്പ് പറയിച്ചെന്ന് പറയാം. ഇതെവിടെപ്പോ സ്വാതി പറഞ്ഞില്ല, ഞാൻ മാപ്പൊന്നും പറയത്തില്ലെന്ന് പറയാ. ഋതു പറഞ്ഞു, അത് കഴിഞ്ഞു പോയ കാര്യമല്ലമ്മേ, അതിന്റെ പേരിൽ എന്തിനാ മാപ്പ് പറയണെന്ന്. ഋതുവിനെ സ്വാതിനെ സംബന്ധിച്ചിടത്തോളം അതൊരു നിസ്സാര കാര്യമാണ്. പക്ഷേങ്കിൽ അച്ഛനെയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ശ്രീഹരിയെ സേതുവിനെയോ പല്ലവിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. പെട്ടെന്ന് അച്ചു പറഞ്ഞു, സ്വാതി നീ മാപ്പ് പറ, അതാ നല്ലതെന്ന് പറയാണ്. നീയാണ് ഇവിടെ തെറ്റ് ചെയ്തേ. ഒരു തെറ്റും ചെയ്യാത്ത ശ്രീഹരി ഇതിനകത്തേക്ക് വലിച്ചഴിച്ച് നീ വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കുവാരെന്ന് പറയാണ്. സേതു പറഞ്ഞു, പൂർണ്ണാമ്മ പറഞ്ഞത് ശരിയാണ്, മാപ്പ് പറയണമെന്ന് പറയണം. അവസാനം സ്വാതി ഋതുവിനെ ഒന്ന് നോക്കുവാണ്. ഋതുവിന് സ്വാതിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. സ്വാതി പറഞ്ഞു മാപ്പെന്ന് പറയണം, ക്ഷമിക്കണമെന്ന് പറയണം. ചെയ്തു പോയ തെറ്റാണെങ്കിൽ ക്ഷമിക്കണമെന്ന് പറയുവാണ്. അവസാനം അങ്ങനെ അവർ രണ്ടുപേരും കൂടെ മാപ്പ് പറയാണ്. ഇതിനുശേഷം പൂർണ്ണ പറഞ്ഞു, എന്തായാലും പന്തലൊക്കെ ഇടാൻ തുടങ്ങുമല്ലേ, അപ്പൊ അതിനു മുമ്പ് ഒരു നിമിഷം ഒന്ന് മാധവേട്ടന്റെ ഫോട്ടോയ്ക്ക് മുന്നിൽ നിന്ന് തിരികൊളുത്തി പ്രാർത്ഥിച്ചിട്ട് വന്ന് തുടക്കമാന്ന് പറയാണ്. കാരണം മംഗളകർമ്മം നടക്കാൻ പോകുന്നതിന് മുമ്പ് അതിന്റെ രീതിക്ക് വേണമല്ലോ ചെയ്യാനായിട്ട്. അങ്ങനെ അവരൊക്കെ നേരം മാധവന്റെ ഫോട്ടോയ്ക്ക് മുന്നിലേക്ക് പോവാണ്. അവിടെ പോയി തിരിയൊക്കെ തെളിയിച്ചു വെച്ചു. പിന്നീട് പൂർണ്ണ പറഞ്ഞു, ഇതേ മാധവേന്റെ ഏറ്റവും വലിയ ആഗ്രഹമല്ലായിരുന്നോ നമ്മുടെ അച്ഛന്റെ വിവാഹം? അങ്ങനെ ആ വിവാഹമായിട്ട് മംഗളകരമായിട്ട് നടക്കാനായിട്ട് പോവാ. അതിന്റെ മുന്നോടി എന്നാണ് ഒരുക്കങ്ങളൊക്കെ തുടങ്ങുവാണ്. ഇന്നാണ് ഒരുക്കങ്ങളൊക്കെ തുടങ്ങുന്നത്. ഈ മുറ്റത്ത് ഒരു പന്തലിടാൻ പോവാ. മാധവന്റെ ആഗ്രഹമല്ലായിരുന്നു മുറ്റത്ത് പന്തലൊക്കെ ഇട്ട് ഗംഭീര രീതിയിൽ തന്നെ ആഘോഷിക്കണമെന്ന്. മുറ്റത്ത് പന്തലിടാൻ പോവാണ്. അപ്പൊ മാധവേണ്ട അനുഗ്രഹം എപ്പോഴും അച്ഛനോടൊപ്പം ഉണ്ടായിരിക്കണം എന്ന് പറയണം. പിന്നീട് അച്ഛൻ പോയെന്ന് പറയുന്നുണ്ട്, അച്ഛൻ്റെ കല്യാണമാണ്, എന്നെ അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അച്ഛൻ്റെ കണ്ണ് നിറഞ്ഞൊഴി. കാരണം അച്ഛന് ഒട്ടും ഇഷ്ടമില്ലാത്ത ബന്ധമാണ്. പക്ഷെങ്കിൽ പൂർണ്ണാമയ്ക്ക് സേതുവിനൊക്കെ സങ്കടമാകുമല്ലോ എന്നൊരു കാരണത്താൽ മാത്രമാണ് അച്ഛൻ അങ്ങനെ പോയിന്ന് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നത് തന്നെ. അച്ഛന് തന്റെ മനസ്സിലെ വിഷമങ്ങളൊക്കെ മനസ്സിലാവുന്നു അച്ഛന് നന്നായിട്ടറിയാം. അങ്ങനെ പ്രാർത്ഥിച്ച് കഴിയുമ്പോഴത്തേനും പെട്ടെന്ന് ആ മുമ്പിൽ കത്തിച്ചു കഴിഞ്ഞാൽ തിരി അങ്ങോട്ട് കെട്ടുപോവാണ്. ഒരു നിമിഷം എല്ലാവരും ഞെട്ടിപ്പോയി. അതിനർത്ഥം എന്താ? അത് മാധവേട്ടൻ ഈ കല്യാണം ഇഷ്ടമല്ലെന്നല്ലേ ആ ഒരു ചിന്ത പൂർണ്ണമ്മയുടെ മനസ്സിലേക്ക് പെട്ടെന്ന് ഉണ്ടാവുന്നുണ്ട്. പൂർണ്ണമ്മ പറഞ്ഞു, അയ്യോ തിരി കെട്ടുപോയല്ലോ എന്ന് പറയണം. ഋതു പറഞ്ഞു, അത് മിക്കവാറും ഈ കാറ്റൊക്കെ അടിച്ച് കെട്ടുപോയതായിരിക്കും എന്ന് പറയണം. ഈ സമയം പല്ലവിയുടെ മനസ്സിലേക്ക് ആ കാര്യങ്ങൾ വന്നേ, തിരുമേനി വന്ന് പറഞ്ഞ കാര്യങ്ങൾ. അന്ന് തിരുമേനി വന്ന് പ്രശ്നം വെക്കാൻ നോക്കിയപ്പോൾ ഇതൊക്കെ തന്നെയായിരുന്നു, തിരി കെട്ടുപോവുക ചെയ്തത്. അപ്പൊ അതിനർത്ഥം മാധവമേനോന്റെ സാന്നിധ്യം ഇവിടെ ഉണ്ട്. അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഉള്ളതുകൊണ്ടാണ്, അദ്ദേഹത്തിന് ഇഷ്ടമില്ലാത്ത കാര്യമായതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന്. പെട്ടെന്ന് പൂർണ്ണിമ പറഞ്ഞു, ഇനിയിപ്പോ എന്ത് ചെയ്യും എന്ന് ചോദിക്കണം. അച്ഛനും ആകെപ്പാടെ വിഷമമായി പോയി. ഋതു പറഞ്ഞാൽ അന്നും കാര്യമാക്കേണ്ടതൊന്നും ഇല്ലാന്ന് പറയണം. സേതു പറഞ്ഞു, കുഴപ്പമില്ല പൂർണ്ണിമേ, കാറ്റൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കും തിരി കെട്ടുപോയത്, അതിനകത്ത് വലിയ പ്രശ്നമൊന്നും ഇല്ലെന്ന് പറയാം. പക്ഷെ അച്ഛന്റെ മനസ്സിലൊരു കരട് കയറി. അച്ഛൻ പെട്ടെന്ന് പറഞ്ഞു, ഇനിയിപ്പോ ഈ വിവാഹം വേണ്ടെന്നാണോ? അച്ഛന് ഈ വിവാഹം ഇഷ്ടമില്ലേ, അതുകൊണ്ടാണെന്ന് ചോദിക്കണം. ഋതു പറഞ്ഞു, പിന്നെ അങ്ങനെയൊന്നും ഇല്ലാന്ന് പറയണം. അച്ഛനൊരു ഇഷ്ടക്കുറവും കാണത്തില്ല. പിന്നെ അച്ഛൻ ഇതൊക്കെ കാണുന്നുണ്ടായിരിക്കും എന്നും പറയണം. അച്ഛനൊരു കുഴപ്പമൊന്നും ഇല്ലായിരിക്കും എന്ന് പറയണം. പക്ഷെ എന്തോ അച്ഛൻ്റെ മനസ്സിൽ വല്ലാത്തൊരു വിഷമമായിരുന്നു. പെട്ടെന്ന് സേതു പറഞ്ഞു, ബാ
അച്ഛൻ ഇങ്ങോട്ട് വന്നേന്ന് പറഞ്ഞ് അച്ഛനെ കൂടെ വിളിച്ചോണ്ട് പോവാണ്. അതോർത്ത് പേടിക്കണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അച്ഛന്റെ മനസ്സിനെ ഒന്ന് ശാന്തമാക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെ പറഞ്ഞാലും സേതുവിന്റെ മനസ്സിലും ഉണ്ട് എന്തോ ഒരു ബുദ്ധിമുട്ട്, എന്തോ ഒരു വയ്യായിക. അതെന്താന്ന് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. ആ തിരി അങ്ങനെ കെട്ടെങ്കിൽ അതിന്റെ പിന്നിൽ എന്തെങ്കിലും ഒരു കാരണം ഇല്ലാതില്ലല്ലോ. പെട്ടെന്ന് പൂർണ്ണാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, നമുക്ക് ആ തിരുമേനെ വിളിച്ച് ഒന്നുകൂടെ നോക്കിച്ചാലോ. അതിന്റെ ആവശ്യമൊന്നും ഉണ്ടെന്ന് തോന്നില്ല. ഇനിയിപ്പം കല്യാണത്തിന് മുഹൂർത്തം കുറിപ്പിച്ചല്ലേ, വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലെന്ന് പറയുകയും ചെയ്തല്ലേ. അപ്പൊ പിന്നെ എന്താ പൂർണ്ണിമേ, അതിന് കുഴപ്പമൊന്നുമില്ലെന്ന് പറയാം. അത് പക്ഷേ എങ്കിൽ പ്രതാപം കൊണ്ടുവന്ന ജോലിസാണ്. പ്രതാപം പൈസ കൊടുത്ത് പറയിച്ച കാര്യങ്ങൾ അതൊക്കെ. അതൊന്നും ഇവർക്ക് ഒട്ട് അറിയത്തുമില്ല. ഇവർ നോക്കി കഴിയുമ്പോഴത്തേനും ജാതകം നോക്കി വേറെ കുഴപ്പമൊന്നുമില്ല. ആ ഒരു ചിന്തയായിരുന്നു അവരുടെ മനസ്സ് നിറയെ ഉണ്ടായിരുന്നത്. അങ്ങനെ എല്ലാവരും അങ്ങോട്ട് പോയി കഴിയുമ്പോഴത്തേനും അച്ചു ആകപ്പെടെ വിഷമിച്ച് നിൽക്കുകയാണ്. ആ സമയത്താണ് സേതു അകത്ത് പോയിട്ട് ഒരു സാരി എടുത്തോണ്ട് വരുന്നത്. അച്ഛന് വേണ്ടി സ്പെഷ്യലായിട്ട് സേതു വാങ്ങിച്ചാണ്. പിന്നീട് അച്ഛൻ്റെ ഇതിലേക്ക് കൊണ്ടു കൊടുക്കുക. ഇത് കണ്ടപ്പോൾ അച്ചു ചോദിച്ചു, ഇതെന്താ സേതുവേട്ടത്? ഇത് എൻ്റെ വക അച്ഛനൊരു ചെറിയ സമ്മാനം എന്ന് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അച്ഛനെ കണ്ണ് നിറഞ്ഞു കഴിയും. പെട്ടെന്ന് അച്ചു ആ കാലിലേക്ക് വേണം അനുഗ്രഹം മേടിക്കുകയാണ്. അതിനുശേഷമാണ് അച്ചു ആ സാരിയിലേക്ക് നോക്കണേ. ഒരു നിമിഷം കണ്ണ് നിറഞ്ഞു പോയി. മറ്റൊന്നുമല്ല, അച്ചുവിന്റെ സ്വാതിയുടെ ഋതുവിന്റെ എല്ലാവരുടെയും കാര്യത്തില് മാതാമേനൊരു തീരുമാനം ഉണ്ടായിരുന്നു. അപ്പൊ ഇവരൊരു ദിവസം എല്ലാവരും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ടെക്സ്റ്റൈൽ ഷോപ്പിന്റെ ഒരു പരസ്യം ഉണ്ടായിരുന്നു. അപ്പൊ അതിനകത്ത് കുറെ സാരിയുടെ ഒക്കെ ഫോട്ടോസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുന്ന സമയത്ത് ഓരോരുത്തർ അവരവർക്ക് വേണ്ട സാരിയൊക്കെ സെലക്ട് ചെയ്തു. ഈ സമയത്ത് അച്ചു ഒന്ന് സെലക്ട് ചെയ്തിട്ടുണ്ട്, എനിക്ക് ഈ സാരി ഇഷ്ടപ്പെട്ടെന്ന് പറയണം. ഇത് കേട്ടപ്പം മാധവമേനെ പറഞ്ഞു, ആണോ, എങ്കിൽ ഇത് മോളുടെ കല്യാണത്തിന് മോൾക്ക് ഞാൻ ഈ സാരി ആയിരിക്കും മേടിച്ചു തരാൻ പോകുന്നത്. ഇത് ഉടുത്ത് വേണം മോള് മണ്ഡപത്തിലേക്ക് ഇറങ്ങാനെന്ന് പറഞ്ഞു. അപ്പൊ അതേപോലെ തന്നെ ആ ഒരു സെറ്റ് സാരി, അതേ സെറ്റ് സാരിയാണ് തനിക്ക് സേതുവായിട്ട് സെലക്ട് ചെയ്ത് കൊണ്ടു തന്നിരിക്കുന്നത്. ഇതെങ്ങനെ സംഭവിച്ചു? വിശ്വസിക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. ഒരുപക്ഷെ തന്റെ മനസ്സറിഞ്ഞ പോലെ തന്നെയാണ് സേതുവേട്ടൻ ഇത് കൊണ്ടു തന്നിരിക്കുന്നത്. അച്ചുവിന് കണ്ണ് നിറഞ്ഞൊഴുകി. എന്താ അച്ചു, എന്താ കാര്യം എന്താന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട അച്ചു പറഞ്ഞു, എന്റെ ആഗ്രഹമായിരുന്നു ഇങ്ങനത്തെ സാരി എന്റെ അച്ഛന് എനിക്ക് വാങ്ങിത്തരാന്ന് പറഞ്ഞു, എന്റെ കല്യാണത്തിന് വാങ്ങിത്തരാന്ന് പറഞ്ഞ സാരി ഇതായിരുന്നു, അതെനിക്ക് സേതുവേട്ടൻ വാങ്ങി തന്നേന്ന് പറയണം. ഇത് കേട്ടൻ പല്ലി പറഞ്ഞു, ആഹാ അപ്പൊ കൊള്ളാലോ, സന്തോഷമായില്ലേന്ന് ചോദിക്കുകയാണ്. എനിക്ക് സന്തോഷമായെന്ന് പറഞ്ഞ പിന്നീട് അച്ചു മുറിയിലേക്ക് അങ്ങോട്ട് പോവാണ്. ഈ സമയം പല്ലിന് നേരെ സേതുവിന്റെ അടുത്ത് പറഞ്ഞു, സേതുവേട്ടാ എന്തേലും കുഴപ്പമുണ്ടോന്ന് ചോദിക്കുക. എന്ത് കുഴപ്പം? അല്ല തിരി കെട്ടേലേ. അങ്ങനെ വേറെ പ്രശ്നങ്ങളൊന്നും കാണത്തില്ല. അവരുടെ ജാതകങ്ങൾ തമ്മിൽ ഒത്തു നോക്കിയതല്ലേ, പൊരുത്തം ഉണ്ടെന്നല്ലേ പറഞ്ഞേ. ഇനി എന്താ കുഴപ്പം എന്താന്ന് ചോദിക്കാം. അതൊക്കെ ശരി തന്നെ, എന്നാലും എന്നാലും ഇല്ല, ഒരു ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. കല്യാണമൊക്കെ മംഗളകരമായിട്ട് നടക്കുമെന്ന് പറയാം, ഒരു കുഴപ്പം ഉണ്ടാകത്തില്ലെന്ന് പറയണം. ആ സമയം ഇന്ദ്രൻ നല്ല കട്ടക്കഴിപ്പിലിരിക്കുകയാണ്. ഇന്ദ്രന്റെ മനസ്സിലേക്ക് പലവി വന്നു, എങ്ങനെ അവളെ തകർക്കണം, എങ്ങനെയാണ് തകർക്കാൻ പറ്റുന്നത്? ഒരു പക്ഷേങ്കിൽ ഇപ്പൊ അവളവിടെ വിലസമായിരിക്കും. അങ്ങനെ ഓർക്കുമ്പോഴാണ് നിഖിലിനെ കുറിച്ച് ഓർമ്മ വന്നത്. നിഖിലിന്റെ കല്യാണമാണ്. ഈ കല്യാണം മുടങ്ങുവാണെങ്കിൽ താൻ ഉദ്ദേശിച്ച പോലെയൊക്കെ കാര്യങ്ങൾ നടക്കും. ആ സേതുവും പല്ലവി ശരിക്കും ഒന്നാണെങ്കിലും അവറ്റകളാണ് ഈ കല്യാണത്തിന് മുൻപന്തിയിൽ നിൽക്കുന്നത്. അപ്പൊ ഈ കല്യാണം മുടക്കാൻ എന്തെങ്കിലും ഒരു മാർഗമുണ്ടോ? നിഖിലിനെ കയ്യിലെടുത്താലോ? നിഖിലിനെ കയ്യിലെടുത്തിട്ടുണ്ടെങ്കിൽ താൻ ഉദ്ദേശിച്ച പോലെയൊക്കെ കാര്യം നടക്കുന്നൊരു തോന്നൽ ഉണ്ടാവുന്നുണ്ട്. പിന്നീട് ഇന്ദ്രൻ നിഖിലിനെ വിളിക്കണം. ആ നിഖിൽ ബ്രോ എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ ചോദിക്കണം. അതിപ്പോ നിഖിൽ പറഞ്ഞു, അറിയാലോ എന്റെ കല്യാണം അവിടെ ഉടനെ നടക്കാൻ പോണേ. ഞാൻ ആ കാര്യം കൂടെ മറന്നുപോയെന്ന് പറയണം. ഇത് കേട്ടപ്പോ നിഖിൽ പറഞ്ഞു, അത് കല്യാണം എന്ന് പറഞ്ഞാൽ ഒരു ചടങ്ങ് മാത്രമേ ഉള്ളൂ. അതെന്താ ഇപ്പൊ ചടങ്ങ് മാത്രമെന്ന് പറയണേ? അങ്ങനെയൊന്നുമല്ല, എന്റെ സ്വഭാവം അറിയാലോ. ഇപ്പൊ എനിക്ക് ആവശ്യം പണമാണ്. പണത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ കുരുക്കിലേക്ക് കൊണ്ട് തല വെച്ച് കൊടുക്കണമെന്ന് പറയാം. അതിനുശേഷം പണം കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് എന്റെ വഴിയെന്ന് പറയാം. അത് കൊള്ളാലോ ബ്രോ, സൂപ്പർ ഐഡിയ ആണല്ലോ എന്ന് പറയണം. നിന്നെ സമ്മതിച്ചു തന്നിരിക്കുന്നു. കല്യാണത്തിന് മുമ്പ് നമുക്കൊന്ന് കൂടണ്ടേന്ന് ചോദിക്കുക. വേണം, കൂടണം. എന്നാ തയ്യാറായിട്ടിരുന്നു. എപ്പോ എവിടെ വേണമെന്ന് സമയമൊക്കെ ഞാൻ പറഞ്ഞേക്കാം, നമുക്കൊന്ന് കൂടാന്ന് പറയണം. അങ്ങനെ ചില പ്ലാനുകളൊക്കെ ഇന്ദ്രൻ തയ്യാറാക്കുവാണ്. എങ്ങനെയെങ്കിലും ഈ കല്യാണം മുടക്കാൻ തന്നെ തീരുമാനിക്കുവാണ്. ഈ സമയത്ത് ഇതൊന്നും അച്ചോട്ട് അല്ലെങ്കിൽ സേതു അവരൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ മുറ്റത്ത് പന്തലവനിയുടെ കാര്യങ്ങളൊക്കെ തുടങ്ങുവാണ്. മിത്രേട്ടനും ശ്രീഹരിയും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുവാണ്. ആ സമയത്ത് അച്ചു അങ്ങോട്ട് ഇറങ്ങി വരുന്നത്. അച്ചുവിനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ശ്രീഹരിയുടെ മുഖം അങ്ങോട്ട് മാറി വല്ലാതെ. ശ്രീഹരി പെട്ടെന്ന് അങ്ങോട്ട് പോകാൻ തുടങ്ങിയപ്പോഴത്തേനും അച്ചു വിളിച്ചു ശ്രീഹരിനെ വിളിക്കുവാണ്. ശ്രീഹരിനെ വിളിച്ചിട്ട് ശ്രീഹരി ഇങ്ങോട്ട് വരാൻ പറയണം. ഇത് കേട്ടപ്പോൾ ശ്രീഹരി എന്തിന്, ഞാനിപ്പോൾ അല്പം തിരക്കില്ലാന്ന് പറയണം. അതൊക്കെ ഞാൻ സമ്മതിച്ചു, ഇങ്ങോട്ട് വരാൻ പറയണം. മിത്രേട്ടൻ അത് ശ്രദ്ധിച്ചു ശ്രീഹരിനെ വിളിക്കുന്നത്. പിന്നീട് അച്ചു ചോദിച്ചു, എന്താ ശ്രീഹരി എന്നെ ഒന്ന് ഒഴിഞ്ഞു മാറി പോകുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട്, എന്താ കാര്യം എന്താന്ന് ചോദിക്കണം. ഒന്നുമില്ല, ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞോണ്ടാണോ? ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഇതിനും സമ്മതമല്ല അച്ചു, നിന്റെ നല്ലൊരു വിവാഹം നടക്കാൻ പോന്നേ. ഞാനായിട്ട് ഒരിക്കലും ഇതിനൊരു തടയിടത്തില്ല. ഞാൻ കാണും ഒരു പ്രശ്നം ഉണ്ടാവാൻ പാടില്ല. ശ്രീഹരിയുടെ അച്ചോറ് ഞാൻ ഇപ്പോഴും പറയുന്നു, ഇനി സമയമുണ്ട്. ഒരു പക്ഷേങ്കിൽ ഒന്നുകൂടെ ഒന്ന് ആലോചിച്ച് സേതുവേട്ടനോടൊന്ന് പറയുവാണെങ്കിൽ എനിക്ക് നിഖിലിന്റെ മുമ്പിൽ കഴുത്ത് നീട്ടി കൊടുക്കേണ്ട വരില്ല. ഒരു പക്ഷെ എന്നെ രക്ഷിക്കാനായിട്ട് ശ്രീഹരിക്ക് സാധിക്കും. ശ്രീഹരി എന്തേലും ചെയ്യാൻ പറയണം. ഇത് കേട്ടപ്പോൾ ശ്രീഹരി പറ്റില്ല എന്ന് പറഞ്ഞില്ലേ അച്ചു.
ഞാൻ ഇവിടുന്ന് ഒഴിവായി പോകാൻ നോക്കിയതാ. എനിക്ക് പറ്റില്ല അങ്ങനെ ഒരിക്കലും സേതുവേട്ടനോടൊരു ചതി ചെയ്യാനായിട്ട്. സേതുവേട്ടൻ എൻ്റെ ഫ്രണ്ടിനേക്കാൾ ഉപരി സേതുവേട്ടൻ എൻ്റെ ചേട്ടനെ പോലെ ഞാൻ സേതുവേട്ടനെ കാണുന്നേ. അതുകൊണ്ട് എനിക്ക് അതിന് പറ്റില്ല എന്ന് പറയണം. അപ്പോഴേക്കും മിത്രം അങ്ങോട്ട് വന്നു. എന്താ രണ്ടുപേരും കൂടെ ചോദിക്കണം. ഇത് കേട്ട അച്ഛൻ ഒന്നുമില്ല എന്ന് പറയണം. പെട്ടെന്ന് മിത്രം പറഞ്ഞു, അതെ കാര്യങ്ങളൊക്കെ എനിക്ക് അറിയാട്ടോ അച്ചു, എന്നോട് ശ്രീഹരി എല്ലാം പറഞ്ഞിട്ടുണ്ടെന്ന് പറയണം. ഇത് കേട്ടതും വല്ലാത്തൊരു ഞെട്ടനുണ്ടായി അച്ചുവില്. ഇനിയിപ്പം മിത്രൻ എന്തെങ്കിലും കുഴപ്പങ്ങൾ ഉണ്ടാക്കുവോ? ഈ സമയത്ത് മിത്രം പറഞ്ഞു, ഞാൻ വേണേ പറയാം സേതുവിനോട്. പറയണോ? നിങ്ങളുടെ രണ്ടുപേരുടെ കാര്യം ഞാൻ വേണേ പറയാന്ന് പറയാം. ഇത് കേട്ടപ്പോ ശ്രീഹരി വിട്ടൊന്നും വേണ്ട മിത്രേട്ടാ, ഓക്കെ മിത്രേട്ടൻ ജോലിയില്ലേ പോവാൻ പറയണം. ഇനി ഇവിടെ മിത്രേട്ടൻ നിൽക്കണ്ട, നിന്നാൽ ശരിയാകത്തില്ല. അച്ചു കയറി പോകാൻ പറയണം. എന്നിട്ട് മിത്രേട്ടൻ്റെ കൈയും പിടിച്ച് അങ്ങോട്ട് മാറ്റിക്കൊണ്ട് പോവാം. മിത്രൻ ഇത് എന്തിന്റെ കേടാത്? സേതുവേട്ടൻ അങ്ങനെ ഇത് അറിഞ്ഞത് എന്താ സംഭവിക്കാൻ പോകുന്ന അറിയാലോ. അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് ഒരു പ്രശ്നം ഉണ്ടാക്കരുതെന്ന് പറയണം. വേണ്ടെങ്കിൽ വേണ്ട, നിന്റെ സങ്കടം കുറച്ചു ദിവസമായിട്ട് ഞാൻ കാണുന്നില്ലേ, അതുകൊണ്ട് ഞാൻ പറഞ്ഞോളെന്ന് പറയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോകുന്നത്. ഇനിയിപ്പോ എത്ര പന്തലിട്ടെന്ന് പറഞ്ഞാലും എന്തൊക്കെ സംഭവിച്ചെന്ന് പറഞ്ഞാലും കല്യാണം നടക്കാൻ പോകുന്ന ശ്രീഹരിയുടെ അച്ഛൻ്റെ ആയിരിക്കും. അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചു നിർത്തുന്നു. നന്ദി.